നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 20ഓളം കേന്ദ്രങ്ങളിലാണ് സ്വരാജിന് ഇന്ന് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. രാത്രി 8-ന് നെടുമുണ്ടകുന്നിൽ പര്യടനം സമാപിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ഷമി പ്രഭാകർ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. ഷമി, ഇന്നാണ് ആ ദിനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നിലമ്പൂർ കണ്ടതാണ്, കേരളം കണ്ടതാണ്. ഒരുപക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം നിലമ്പൂരുകാരോട് പറഞ്ഞത്, ഞങ്ങൾ അവിടെ നിയമസഭയിൽ സ്വരാജിനെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിലമ്പൂരുകാർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് LDFിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായ ഉജ്ജ്വല വാഗ്മിയെ. എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉള്ള ഒരുക്കങ്ങൾ? എവിടെ നിന്നാണ് പ്രകടനം തുടങ്ങുക? എപ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? സിജു, നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് എം സ്വരാജ് തൻ്റെ നാമനിർദ്ദേശ പത്രിക നൽകുക. 2-3 സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ നൽകും എന്നുള്ളതാണ്. അതിനു മുന്നോടിയായി തന്നെ രാവിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എം സ്വരാജ് പോയി വീടുകൾ കയറിയിറങ്ങി ആൾക്കാരെ കാണുന്ന ഒരു പ്രവർത്തനം രാവിലെ തന്നെ നടന്നിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രകടനം ആരംഭിക്കും. അതിനുശേഷം ഒരു ചെറു പ്രകടനമായി നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി എത്തുന്ന വേളയിൽ ഏതാണ്ട് ഒരു ജനസാഗരം, അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ വലിയ തോതിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നതെങ്കിൽ ഇന്നലത്തെ പരിപാടി വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണപ്പെട്ട മനുഷ്യർ ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ ഈ നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കം പ്രായമായ ആൾക്കാരടക്കം നടന്ന് ഈ പരിപാടിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിഞ്ഞത്. അവർക്ക് സ്വരാജിനെ ഒന്ന് കാണണം, സ്വരാജിൻ്റെ വാക്കുകൾ കേൾക്കണം, അത്രമാത്രം ആവേശത്തോടു കൂടിയാണ്. അതുമാത്രവുമല്ല, ഈ സ്റ്റേജ് നിറഞ്ഞ് കവിഞ്ഞുള്ള ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഒരുപാട്, ഏതാണ്ട് 1.5-2 മണിക്കൂറോളം നിന്നുകൊണ്ട് ആൾക്കാർ അവിടെ ഈ പരിപാടി കാണുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അതിനുശേഷം ഘടകകക്ഷികളുടെ നേതാക്കന്മാർ സംസാരിക്കുന്നു, അതിനുശേഷമാണ് ഏതാണ്ട് അവസാന ഭാഗത്താണ് എം സ്വരാജ് സംസാരിക്കുന്നത്. അതുവരെയും ഈ മനുഷ്യർ നിന്ന നിൽപ്പിൽ, ഒരു കസേര പോലും കിട്ടാത്ത ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിന്നുകൊണ്ട് ഈ പ്രസംഗം കാണുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്ക് സ്വരാജ് പോയാലും അവിടെയെല്ലാം ആൾക്കാർ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വലിയൊരു LDF കൺവെൻഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞത് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം എത്രയോ കാലങ്ങളായി ഇവിടുത്തെ ഓരോ പരിപാടികൾക്ക് വരുന്ന ഒരാളെന്ന നിലയിലാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി ഇറങ്ങിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് സിജു. അതായത്, ഞാൻ നിലമ്പൂരേക്ക് വരുന്ന ദിവസം തിരുവനന്തപുരത്തടക്കം വലിയ തോതിൽ മഴ പെയ്യുന്നു, ട്രെയിൻ ഗതാഗതം ആകെ തടസ്സപ്പെടുന്നു. നിലമ്പൂരേക്കുള്ള രാജാറാണി എക്സ്പ്രസ് തന്നെ ഏതാണ്ട് 5 മണിക്കൂർ വൈകിയാണ് എത്തുന്നത്. ആ ട്രെയിനിൽ നിലമ്പൂരെത്തുന്നത് വരെയും മഴയായിരുന്നു, നിലമ്പൂരെത്തുമ്പോഴും മഴയാണ്. പക്ഷേ സ്വരാജ് നിലമ്പൂരേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മഴ മാറി, ഈ അന്തരീക്ഷം മാറി, നല്ല വെയിലെത്തി, വളരെ മികച്ച ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ നിലമ്പൂരും പരിസരവും മാറി എന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതി പോലും വളരെ ഭംഗിയായ ഒരു സൗകര്യം ഇക്കാര്യത്തിൽ സ്വരാജിന് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് ആലങ്കാരികമായി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആവേശത്തിൻ്റെ ഒരു ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സംഘർഷങ്ങൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അൻവർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ലീഗുമായിട്ടുള്ള വിഷയങ്ങൾ, അത് ഇങ്ങനെ ഈ ഓൺലൈൻ കാലമായതുകൊണ്ട് പഴയ പ്രസംഗങ്ങൾ, ആര്യാടനും ലീഗും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന് സ്വരാജ് എത്തിയപ്പോൾ പ്രകൃതി വരെ ഒരുങ്ങി നിന്നു എന്നുള്ളത്. പ്രകാശമാനമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൻ്റെ കരുത്തുറ്റ സമരസാരഥി സ്വരാജ് എത്തിച്ചേരുമ്പോൾ നിലമ്പൂർ മണ്ഡലം ഒന്നാകെ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയായിരുന്നു.